സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലയിൽ യെല്ലോ അലർട്ട്. നാളെ 6 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുകയാണ്. അഭിജിത്ത്, മഴ മുന്നറിയിപ്പ് ഓരോ ദിവസവും ഇപ്പോൾ ഓരോ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. എല്ലാ മുൻകരുതലുകളും എല്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് വിശദാംശങ്ങൾ? അഖിൽ, അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ഏതായാലും 9 ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ എന്നിങ്ങനെയുള്ള 9 ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പായി തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിവരം. ഒപ്പം തന്നെ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും തന്നെ പ്രവചിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ മണിക്കൂറായി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും രൂക്ഷമായ തരത്തിലുള്ള വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. പേട്ട, ചാക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കണ്ണമൂല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തിരുവനന്തപുരത്ത് ചെറിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ കേരള തീരത്തുൾപ്പെടെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അടുത്ത 3 മണിക്കൂറിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ പെയ്യുമെന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ തെക്കൻ കേരള തീരത്തും ഒപ്പം തന്നെ ലക്ഷദ്വീപിനും മത്സ്യബന്ധന വിലക്ക് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യതയായി നിലവിൽ തന്നെ പ്രവചിച്ചിരിക്കുന്നത്. കാലവർഷം ഏതായാലും വൈകാതെ തന്നെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. മെയ് 31 കാലവർഷം എത്തിക്കഴിഞ്ഞാൽ തന്നെ പിന്നീട് അങ്ങോട്ട് മഴ ശക്തമാകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നതും ഏറ്റവും സുപ്രധാനമായ വിവരമാണ്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും മറ്റൊരു സുപ്രധാനമായ അറിയിപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശടിച്ചേക്കാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ അല്ലെങ്കിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശടിച്ചേക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള സുരക്ഷാ മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന 18-ന് പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ ഇത്തരത്തിൽ 115.6 മില്ലിമീറ്റർ മുതൽ ഏതാണ്ട് 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യും എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടമാണ് പ്രധാനമായും തന്നെ ഉള്ളത്. 19-ന് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതായത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യും എന്നതാണ് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. ഏതായാലും മഴ കനക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷം സജീവമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ വേനൽ മഴയിൽ ഉൾപ്പെടെ വലിയ കുറവ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്നു. വരാൻ പോകുന്നത് ഏതായാലും കാലവർഷത്തിൻ്റെ മണിക്കൂറുകൾ തന്നെയായിരിക്കും, ദിനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള മഴ സംസ്ഥാനത്ത് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഉള്ളൂർ പ്രദേശത്താണ്. ഇത്തരത്തിൽ ഇവിടെ ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപ് വരെ ഇത്തരത്തിൽ ശക്തമായ മഴ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മഴ തെല്ലൊന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം, മേഘാവൃതമായ അന്തരീക്ഷമാണ് പ്രധാനമായും തന്നെ നിലവിലുള്ളത്. വരും മണിക്കൂറുകളിലും മഴ പെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയൊരു അറിയിപ്പായി ഇപ്പോൾ വന്നിരിക്കുന്നത് കേരളത്തിൽ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ പെയ്യും എന്നുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ് 5-ന് വന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശടിച്ചേക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതൊരു പക്ഷേ മഴ തീവ്രമാകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ചില ജില്ലകളിലെ അലർട്ടുകൾ ഒരുപക്ഷെ ഓറഞ്ച് അലർട്ടിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ രൂക്ഷമായ വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും നഗരസഭയും മറ്റ് ബന്ധപ്പെട്ട വൃത്തങ്ങളും ഉൾപ്പെടെ ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇത് തടയാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെ സമയബന്ധമായി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കൂടി തദ്ദേശ വകുപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 18-19 തീയതികളിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 19,000-ലധികം വരുന്ന വാർഡുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ
എത്രയും വേഗം അത് പൂർത്തിയാക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മലയോര മേഖലകളിലും നഗര വ്യത്യാസമില്ലാതെ തന്നെ മഴ പെയ്യും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ശരി, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മറ്റ് അതോറിറ്റിയും നൽകുന്നത്. അഭിജിത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.